അലൈഹി വസല്ലം കുട്ടികളോട് കരുണ പുലർത്താത്തവരും മുതിർന്നവരോട് ബഹുമാനം കൽപ്പിക്കാത്തവരും നമ്മിൽ പെട്ടവനല്ല എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന മഹാവ്യക്തിത്വം കുഞ്ഞുങ്ങളോടുകൂടെ കളിക്കാനും വർത്തമാനങ്ങൾ പറയാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും തയ്യാറായിരുന്നു. അവിടുത്തെ കൊച്ചുമകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വാരിപ്പുണർന്നു ചുംബിക്കുമ്പോഴാണ് അഖർ ഇബ്നു ഹാബിസ് ചോദിക്കുന്നത്, നബിയെ അങ്ങ് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് മുത്തം നൽകാത്തവൻ ഹൃദയശൂന്യനാണെന്ന്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ മുത്തനബിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുകുത്തി നടക്കുകയാണ്. മുകളിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു കയറിയിരിപ്പാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ ഒട്ടകം എത്ര നല്ല ഒട്ടകം, നിങ്ങളുടെ യാത്രക്കാർ എത്ര നല്ല യാത്രക്കാരെന്ന്. കുത്തുവാക്കുകളും ശാപവാക്കുകളും കൊണ്ട് ഒരു കുഞ്ഞിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബോധന ചെയ്തിട്ടില്ല. അവിടുത്തെ സേവകനായ അനസ് റളിയല്ലാഹു അൻഹു 10 വയസ്സുള്ളപ്പോഴാണ് ഒരാവശ്യത്തിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് അയക്കുന്നത്. പുറത്തു പോയ അനസ് റളിയല്ലാഹു അൻഹു കാണുന്നത് ധാരാളം കൂട്ടുകാർ കളിക്കളത്തിൽ കളിച്ചുല്ലസിക്കുന്നതാണ്. കൊച്ചുപ്രായത്തിൽ എല്ലാം മറന്ന് അനസ് റളിയല്ലാഹു അൻഹു ആ കളിക്കളത്തിലേക്ക് ഇറങ്ങി കളിക്കുകയാണ്. അല്പം കഴിഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നോക്കുന്നുണ്ട്, അനസ് ഇതെവിടെയാണെന്ന്. അനസ് കളിക്കുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അനസേ ഞാൻ പറഞ്ഞയച്ച കാര്യം മറന്നുപോയോ? സ്നേഹത്തോടെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിളവെടുത്ത ഫലങ്ങളുമായി ആര് കടന്നു വന്നാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പഴങ്ങൾ ആദ്യമായി നൽകാറുള്ളത് കുഞ്ഞുങ്ങൾക്കായിരുന്നു. അബൂ ഉമൈർ എന്ന കൊച്ചു ബാലന്റെ കുഞ്ഞിക്കിളിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുകയും ആരായുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒടുവിൽ കുഞ്ഞിക്കിളി മരിക്കുമ്പോഴും അബൂ ഉമൈറിന്റെ സങ്കടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധരാണ്, അവരെല്ലാവരും സ്വർഗ്ഗസ്ഥരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുമ്പോൾ ശത്രുക്കളുടെ കുഞ്ഞുങ്ങളോ എന്ന് ചോദിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളും വിശുദ്ധരാണെന്നാണ്. എന്നാൽ സ്നേഹം മാത്രം ചൊരിഞ്ഞ് കുട്ടികളെ വഴികേടിലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായിരുന്നില്ല. അവരിൽ തെറ്റുകൾ കാണുമ്പോൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഉചിതമായ രീതിയിൽ അത് തിരുത്താനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു. അതാണല്ലോ ഫലപ്രദമായ രക്ഷാകർതൃത്വം. ഉമർ ഇബ്നു അബീ സലമ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പ്രവാചകരോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണത്തളികയിൽ കുട്ടിയുടെ കൈ അങ്ങും ഇങ്ങും നീങ്ങുന്നത് കണ്ട് സ്നേഹം മസ്തൃണമായ ഭാഷയിൽ ഇങ്ങനെ ഉപദേശിച്ചു, മോനെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, വലത്തേ കൈകൊണ്ട് കഴിക്കുക, അടുത്തുള്ളതിൽ നിന്ന് കഴിക്കുക. ശേഷം വളർന്നു വലുതായ ശേഷവും ഉമർ ഇബ്നു അബീ സലമ പറയുന്നു, പിന്നീട് ജീവിതത്തിലുടനീളം അതായിരുന്നു എൻ്റെ ഭക്ഷണ രീതിയും ശീലവും. എല്ലാ കുഞ്ഞുങ്ങളെയും കുഞ്ഞുമോനെ എന്ന് വിളിച്ച് സംബോധന ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ കളിക്കുകയും അവരെ ചിരിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്തു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടി പ്രവാചകരാണ്. നമുക്ക് നമ്മുടെ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും തിരുനബിയെ സ്നേഹിക്കുകയും ചെയ്യാം. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.